പുതുതായി അധികാരമേറ്റ സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭാ യോഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൃശ്യങ്ങളിലേക്ക്. ഇപ്പോൾ ഡി ബിനോയ് ചേരുന്നുണ്ട്. ബിനോയ്, അങ്ങനെ ആദ്യ വി.ഡി. സതീശന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭാ യോഗമാണ് ചേരുന്നത്. ഈ ഒരു യോഗം ചേരുമ്പോൾ കേരളം അടക്കം ഉറ്റുനോക്കുന്നത് ജനപ്രിയമായ പ്രഖ്യാപനങ്ങൾ. നമുക്കറിയാം, ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് യു ഡി എഫിന്റെ ഒരു വാഗ്ദാനങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ഇതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു ജനപ്രിയമായ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? തീർച്ചയായും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വലിയ തരത്തിൽ ഒരു വിവരം പുറത്തേക്ക് വന്നിരുന്നത് ഈ ഇന്ദിരാ ഗ്യാരണ്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ആദ്യ ദിവസം തന്നെ ഒരു തീരുമാനമുണ്ടാകും, ഒപ്പം അത് പ്രഖ്യാപിക്കപ്പെടും എന്നുള്ള തരത്തിൽ വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്ദിരാ ഗ്യാരണ്ടിയുമായി ബന്ധപ്പെട്ട പ്രധാന സംഭവങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ ഈ ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമുണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. കാരണം രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും വലിയ പ്രഖ്യാപനങ്ങളിൽ ഒന്നായിരുന്നു അത്. പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര, ഒപ്പം തന്നെ ഈ പെൺകുട്ടികൾക്ക്, അതായത് പഠിച്ചുകൊണ്ടിരിക്കുന്ന പെൺകുട്ടികൾക്ക് അവർക്ക് പോക്കറ്റ് മണിയായിട്ട് പൈസ നൽകുന്നൊരു കാര്യം, അതുപോലെ തന്നെ ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള ഒരു ഇൻഷുറൻസ് പദ്ധതി, ഇതിനെല്ലാം ഉപരിയായി വിജിലൻസ് കമ്മീഷൻ, അങ്ങനെ തുടങ്ങി വിവിധ പദ്ധതികൾ ആണ് അന്ന് പ്രഖ്യാപിച്ചിരുന്നത്. ആ പദ്ധതികളിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തപ്പെടും എന്നുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ വലിയ തരത്തിലുള്ള ഒരു പ്രഖ്യാപനം എന്ന നിലയ്ക്ക് അതിൽ ഏതെങ്കിലുമൊക്കെ വരാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. കാരണം സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ജനോപകാരപ്രദമായ പദ്ധതികൾ ആദ്യ ദിവസങ്ങളിൽ തന്നെ കൊണ്ടുവരികയും അത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ തുടക്കത്തിൽ തന്നെ ഒരു ഇമേജ് ജനങ്ങളുടെ ഇടയിൽ കൊണ്ടുവരാൻ കഴിയും. അതുവഴി നേട്ടം സർക്കാരിനുണ്ടാകും എന്നുള്ള പ്രതീക്ഷയാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഉൾപ്പെടെയുള്ളവർക്കുള്ളത്. അതുകൊണ്ട് തന്നെ ജനോപകാരപ്രദമായ പദ്ധതികളിലേക്കുള്ള ഒരു പ്രഖ്യാപനം നടത്തി ഒരു മികച്ച തുടക്കത്തിന് അല്ലെങ്കിൽ മികച്ച തുടക്കം തന്നെ ആയിരിക്കും ഇപ്പോൾ ഈ യു.ഡി.എഫ് സർക്കാരിൻ്റെ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. ഇതിനെല്ലാം ഉപരിയായി ഈ സർക്കാരുമായി ബന്ധപ്പെട്ട് സർക്കാർ നൽകിയ വളരെയധികം വാഗ്ദാനങ്ങളുണ്ട്. പ്രത്യേകിച്ചും ആശാ സമരവുമായി ബന്ധപ്പെട്ട് ആശാ വർക്കർമാരുടെ വേതന വർധന. ഈ ആശാ വർക്കർമാരുടെ വേതന വർധന എന്ന് പറയുമ്പോൾ ഏകദേശം 200 ദിവസത്തിലധികം സമയം സെക്രട്ടേറിയറ്റിന് മുന്നിൽ അവരുടെ വേതനം വർദ്ധിപ്പിക്കണം, അവർക്ക് ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമരം നടത്തിയിരുന്നതാണ്. കേന്ദ്ര വിഹിതത്തോടൊപ്പം തന്നെ സംസ്ഥാന വിഹിതവും വർദ്ധിപ്പിച്ചുകൊണ്ട് ആ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന തരത്തിൽ വലിയ സമരങ്ങൾ നടത്തിയിരുന്നു. ആ സമരത്തിൻ്റെ ഒട്ടുമിക്ക സമയങ്ങളിലും, അതായത് സമരവുമായി ബന്ധപ്പെട്ട പ്രധാന പരിപാടികളൊക്കെ നടക്കുമ്പോൾ വി.ഡി. സതീശൻ അന്ന് പ്രതിപക്ഷ നേതാവായിരുന്നു. അദ്ദേഹം അവിടെ എത്തുകയും ആ സമര പരിപാടികളിൽ പങ്കെടുക്കുകയും അന്ന് അദ്ദേഹം നൽകിയ വാക്കുകളുണ്ട്. കൃത്യമായും യു.ഡി.എഫ് അധികാരത്തിൽ വരികയാണെങ്കിൽ ആശാ വർക്കർമാരുടെ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കുമെന്നൊക്കെ അന്ന് പ്രഖ്യാപിച്ചിരുന്നു. അപ്പോൾ ആ ആശാ സമരവുമായി ബന്ധപ്പെട്ട് സർക്കാർ വക ഓണറേറിയം വർദ്ധിപ്പിച്ച് നൽകുന്ന തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നൊക്കെ തന്നെ ഒരുപക്ഷെ ഇന്ന് പ്രഖ്യാപനമായി വരാനുള്ള സാധ്യതയുണ്ട്. വലിയ തരത്തിൽ ഉള്ള ചർച്ചകൾക്ക് ഇന്ന് സാധ്യതയില്ല. പേരിന് ഒരു മന്ത്രിസഭാ യോഗം, അതിൽ പ്രധാനമായി എന്തൊക്കെ കാര്യങ്ങളാണ് എടുക്കേണ്ടതെന്നുള്ള ഒരു അന്തിമ തീരുമാനത്തിലേക്ക് ഒരു പക്ഷേ എത്തിച്ചേരും. അതിൽ പ്രധാനം ഈ ഇന്ദിരാ ഗ്യാരണ്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും. അതിൽ ഈ സൗജന്യ ബസ് യാത്ര ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ പ്രഖ്യാപനം പ്രതീക്ഷിക്കാം. നിലവിൽ ഇപ്പോൾ എല്ലാ മന്ത്രിമാരും ക്യാബിനറ്റ് റൂമിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ക്യാബിനറ്റിൻ്റെ ചടങ്ങുകൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അജണ്ട വിതരണം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ആ അജണ്ടയിൽ എന്തൊക്കെയാണ് ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ചർച്ച ചെയ്യുക എന്നുള്ള കാര്യം അജണ്ടയിൽ വ്യക്തമായി പറയുന്നുണ്ട്. ആ അജണ്ട അനുസരിച്ചായിരിക്കും കാര്യങ്ങൾ ചർച്ച ചെയ്യുക. മന്ത്രിമാർക്കൊപ്പം ചീഫ് സെക്രട്ടറിയുമായിരിക്കും ഈ മന്ത്രിസഭാ യോഗത്തിൽ സാധാരണ പങ്കെടുക്കുക. ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. മന്ത്രിസഭയിലെ രണ്ടാമൻ എന്ന നിലയ്ക്ക് പി.കെ. കുഞ്ഞാലിക്കുട്ടിയും നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നു. അതായത് മുഖ്യമന്ത്രിക്ക് സമീപത്തായി 2 പേരാണ് ഇരിക്കുന്നത്. ഒന്ന് ചീഫ് സെക്രട്ടറി, മറ്റത് മന്ത്രിസഭയിലെ തന്നെ രണ്ടാമനായ പി.കെ. കുഞ്ഞാലിക്കുട്ടിയും. അങ്ങനെ ആണ് സാധാരണ പതിവ്. അത്തരത്തിൽ എല്ലാവരും എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി അജണ്ട അനുസരിച്ചുള്ള ചർച്ചകളിലേക്ക് കടക്കുന്നതാണ് പതിവ്. അതിനുള്ള നീക്കങ്ങളും ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും യു.ഡി.എഫ് സർക്കാരിൽ വലിയ തരത്തിലുള്ള പ്രതീക്ഷ പല വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കുണ്ട്. അവർ ആ പ്രഖ്യാപനങ്ങൾ കാത്തു നിൽക്കുകയാണ്. കാരണം ആദ്യ പ്രഖ്യാപനം ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ വളരെ
വലിയ തരത്തിലുള്ള ഒരു പ്രഖ്യാപനം പ്രതീക്ഷിക്കുന്നു. പ്രത്യേകിച്ചും ഈ കഴിഞ്ഞ 5 വർഷം ഒരു ജനകീയമായ സമരങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്ന പ്രതിപക്ഷ നേതാവെന്ന നിലയ്ക്ക് പല മേഖലയിൽപ്പെട്ട പല ആളുകൾക്കും അദ്ദേഹം വലിയ തരത്തിലുള്ള വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട്. സമരങ്ങൾക്ക് പിന്തുണ നൽകുമ്പോഴൊക്കെ അവർ ഉന്നയിക്കുന്ന ആ കാര്യങ്ങൾ രമ്യമായി പരിഹരിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയും ഒക്കെ അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിൽ സാധാരണ ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു പ്രഖ്യാപനം ഇന്നിവിടെ ഉണ്ടാകുമോ? അങ്ങനെയാണെങ്കിൽ അതേതായിരിക്കും എന്നുള്ള കാര്യമൊക്കെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. പ്രത്യേകിച്ചും ഈ രാഹുൽ ഗാന്ധിയുടെ ഒരു വലിയ പ്രഖ്യാപനം തന്നെയായിരുന്നു ഈ സ്ത്രീകളുടെ സൗജന്യ യാത്ര. കാരണം കർണാടക, തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകുന്നുണ്ട്. പക്ഷേ അതിനൊരു എങ്ങനെയാണ് ഈ സൗജന്യ യാത്ര അനുവദിക്കുക, അത് ഏതൊക്കെ തീയിലായിരിക്കും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നീക്കുക, ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ വലിയ തരത്തിൽ ചർച്ചയാകേണ്ട ഒരു കാര്യമുണ്ട്. നിലവിൽ അത്തരത്തിൽ അതിനൊരു പ്രഖ്യാപനം ഉണ്ടാകുമോ? അതുപോലെ ഇന്ദിരാ ക്യാൻറ്റീനുകൾ, അതായത് വളരെ വില കുറച്ച് എല്ലാവർക്കും ഭക്ഷണം കഴിക്കുന്ന തരത്തിലുള്ള ക്യാൻറ്റീനുകൾ ആരംഭിക്കുന്ന കാര്യം. കാരണം ഈ പലപ്പോഴും പല സ്ഥലങ്ങളിലൊക്കെ തന്നെ ഭക്ഷണ സാധനങ്ങൾക്ക് അമിതമായ വില വാങ്ങുന്നുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിൽ പല തരത്തിലുള്ള വിലകൾ വാങ്ങുന്നു. അപ്പോൾ സാധാരണക്കാരായ ആളുകൾക്ക് ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്ന ഇന്ദിരാ ക്യാൻറ്റീനുകൾ, ആ ക്യാൻറ്റീനുകളുടെ കാര്യത്തിൽ ഇന്ന് തീരുമാനമുണ്ടാകും. അങ്ങനെ തുടങ്ങി നിരവധിയായ കാര്യങ്ങളെക്കുറിച്ച് ഉള്ള വാർത്തകൾ പുറത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ക്യാബിനറ്റ് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു, ക്യാബിനറ്റ് യോഗം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു, അജണ്ടകൾ വാങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി ഈ അടുത്ത നടപടിക്രമങ്ങൾ ക്യാബിനറ്റ് മീറ്റിംഗാണ്. അതിനുശേഷം മുഖ്യമന്ത്രി തന്നെ വിവരങ്ങൾ മാധ്യമപ്രവർത്തകരെ അറിയിക്കുന്നതാണ് പതിവ്. അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കടക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നിലവിൽ മന്ത്രിമാരെല്ലാം തന്നെ ക്യാബിനറ്റിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി എത്തിയിട്ടുണ്ട്. ഇനി ഇത് 10 വർഷത്തിന് ശേഷമാണ് UDF സർക്കാർ അധികാരത്തിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ സർക്കാർ ഈ അധികാരത്തിൽ വരുമ്പോൾ സർക്കാരിൻ്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ ശ്രദ്ധേയമായ കാര്യങ്ങളാണ്. അത് വളരെ അതിൽ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ ഉണ്ടായാൽ UDF സർക്കാരിനെ അത് ബാധിക്കുമെന്നും നല്ലവണ്ണം അറിയാം. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടുകൂടി ആയിരിക്കും ഈ തീരുമാനങ്ങളിലേക്ക് കടക്കുക. വിവിധ വകുപ്പുകൾ എടുക്കുന്ന തീരുമാനങ്ങൾ മുഖ്യമന്ത്രി കൂടി അറിഞ്ഞ് അത്തരത്തിൽ വലിയ തരത്തിൽ വിവാദങ്ങളോ ചർച്ചകളോ ഒന്നുമില്ലാതെ കൊണ്ടുപോകുന്നതിനെക്കുറിച്ചാണ് ഇപ്പോൾ UDF സർക്കാർ തന്നെ ആലോചിക്കുന്നത്. കാരണം ഭരണപരമായ പരിചയത്തിനും അപ്പുറത്തേക്ക് ഒരു MLA എന്ന നിലയ്ക്കും ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്കും നിയമസഭയിലുള്ള പരിചയസമ്പത്ത് VD സതീശന് അനുകൂലമാകും. അത് കൃത്യമായി പരിചയസമ്പത്ത് വിനിയോഗിച്ചുകൊണ്ട് അദ്ദേഹം പ്രവർത്തിക്കും എന്ന് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഈ ആദ്യ മന്ത്രിസഭയിലെ പ്രഖ്യാപനങ്ങളിൽ നിന്നും നമുക്ക് ഏത് തരത്തിലുള്ള ഒരു നീക്കം, സർക്കാർ നീക്കം ജനോപകാരപ്രദമാണോ എങ്ങനെയാണ് എന്നുള്ള കാര്യത്തിലേക്കൊക്കെ തന്നെ ഒരു വ്യക്തത ലഭിക്കുകയും ചെയ്യും. എന്തായാലും വലിയ ദീർഘമായ ഒരു സമയം നീണ്ടുനിൽക്കുന്ന ഒരു ക്യാബിനറ്റ് യോഗം ഉണ്ടാകില്ല. കേവലം ഒരു അരമണിക്കൂർ കൊണ്ട് ഒക്കെ തന്നെ, അല്ലെങ്കിൽ പരമാവധി 1 മണിക്കൂറിനകം ചുരുങ്ങുന്നതായിരിക്കും ക്യാബിനറ്റ് യോഗം. അതുകൊണ്ട് തന്നെ വേഗത്തിൽ ക്യാബിനറ്റ് യോഗം അവസാനിക്കും. കാരണം മന്ത്രിമാർ എത്തി ഓഫീസുകളിൽ ചുമതലയേറ്റതിന് ശേഷമാണ് ക്യാബിനറ്റ് യോഗത്തിൽ പങ്കെടുക്കുക. സത്യപ്രതിജ്ഞ കഴിഞ്ഞാൽ പിന്നീട് അടുത്ത പടി എന്ന് പറയുന്നത് ഗവർണറുടെ ചായ സൽക്കാരമാണ്. ആ ചായ സൽക്കാരത്തിൽ ഈ മുഖ്യമന്ത്രിയും മന്ത്രിമാരെയും കൂടാതെ തന്നെ വിവിധ വകുപ്പുകളുടെ മേധാവികളുണ്ടായിരുന്നു, പോലീസ് ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. അതായത് ഈ മന്ത്രിസഭയുമായി അടുത്ത് പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ ചായ സൽക്കാരത്തിൽ പങ്കെടുക്കുന്ന പതിവുണ്ട്. അതിനുശേഷം അവിടെ നിന്ന് മടങ്ങി മന്ത്രിമാരുടെ ഓഫീസുകളിലെത്തി ചുമതലയേറ്റതിന് ശേഷം ഇപ്പോൾ ഇത്തരത്തിൽ ഒരു ക്യാബിനറ്റ് മീറ്റിങ്ങിലേക്ക് കടന്നിരിക്കുന്നത്. വലിയ സമയം എടുക്കില്ല, വളരെ വേഗത്തിൽ തന്നെ ക്യാബിനറ്റ് മീറ്റിംഗ് പൂർത്തിയാവും. അതിനുശേഷം എന്താണോ ക്യാബിനറ്റിൽ അല്ലെങ്കിൽ ഈ മന്ത്രിസഭാ തീരുമാനങ്ങൾ എന്താണോ അതിനെക്കുറിച്ചുള്ളൊരു പ്രഖ്യാപനം വളരെ വേഗത്തിൽ തന്നെ ഉണ്ടാകും. അതുപോലെ തന്നെ ആദ്യ മന്ത്രിസഭ ഇന്ന് വാർത്താ സമ്മേളനവും വിളിച്ചിട്ടുണ്ട്. കാര്യങ്ങൾ എന്താണ്, സർക്കാരിൻ്റെ എന്താണ് പറയാനുള്ളത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ ഉള്ള ഒരു തീരുമാനങ്ങൾ അറിയിക്കുന്നതിന് വേണ്ടിയുള്ള വാർത്താ സമ്മേളനവും പ്രതീക്ഷിക്കാം. കാരണം സർക്കാരിൻ്റെ മുന്നിലേക്ക് നിരവധിയായ പ്രശ്നങ്ങളാണ് വരുന്നത്. കാരണം പുതിയൊരു സർക്കാർ, അവർക്ക് പുതിയ പദ്ധതികൾ നടപ്പിലാക്കണം. വരാൻ പോകുന്നത് വലിയ തരത്തിലുള്ള സമയങ്ങളാണ്. കാരണം ഏകദേശം ഈ മെയ് അവസാനത്തോടു കൂടി തന്നെ ഉദ്യോഗസ്ഥർ വിരമിക്കുന്ന ഒരു സമയമാണ്. വളരെയധികം ഉദ്യോഗസ്ഥർ സർവീസിൽ നിന്ന് വിരമിക്കുന്ന സമയമാണ്. ആ സമയത്ത് അവരുടെ വിരമിക്കൽ സമയത്ത് കൊടുക്കേണ്ട അവരുടെ കാര്യങ്ങൾ, അതായത് അവർക്ക് നൽകേണ്ട
ശമ്പളം, അത് ഗ്രാറ്റുവിറ്റി, പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനമെടുക്കേണ്ട ഒരു സമയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ സാമ്പത്തികപരമായി വലിയ തരത്തിലുള്ള പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഒരു സമയത്ത് ആണ് സർക്കാർ അധികാരമേൽക്കുന്നത്. അപ്പോൾ അത്തരം പ്രശ്നങ്ങളെയൊക്കെ എങ്ങനെ നേരിടണം, അവ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ വലിയ തരത്തിൽ നോക്കിക്കണ്ടു ആയിരിക്കും ഒരുപക്ഷെ UDFൻ്റെ ഈ വി ഡി സതീശൻ മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ മുന്നോട്ടുള്ള പോക്ക്. എന്തായാലും ആദ്യ ക്യാബിനറ്റ് യോഗം തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ തന്നെ ക്യാബിനറ്റ് പൂർത്തിയാകും. അതിനുശേഷം മുഖ്യമന്ത്രി തന്നെ ക്യാബിനറ്റ് യോഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കും എന്നുള്ള വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. ഏതായാലും പി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള UDF സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭാ യോഗമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ തന്നെ ഒരു വമ്പൻ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും, ജനപ്രിയമായ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ എന്നത് കാത്തു തന്നെയാണ്